അഭിനയിക്കാം, പ്രഗ്നൻസി നന്നായിട്ട് അഭിനയിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഗർഭിണിയല്ലല്ലോ. അപ്പോ കുറെ നാള് കഴിഞ്ഞ വയറ് കൂടുന്നില്ലല്ലോ, കാലിന് നീര് വന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളുമായി അമൃതയെടുത്തി അമ്മയും വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അത് പിന്നെയുള്ള കാര്യല്ലേ. ഇപ്പൊ ഇത്രയാകാങ്കി അപ്പോ അതിനും വഴി കാണും, അത് ഉറപ്പല്ലേ. അപ്പോ ധൈര്യമായിട്ട് അഭിനയിക്കല്ലേ? ധൈര്യമായിട്ട് നീ അഭിനയിച്ചോ. യഥാർത്ഥ ഗർഭിണിയും നിന്റെ മുന്നിൽ തോറ്റുപോണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും കാരണവശാൽ ഡോക്ടറെ അടുത്ത് പോണമെന്ന് വസുന്ധരയും മറ്റും നിർബന്ധിച്ചെന്ന് വരും. ഒരിക്കലും അതിന് സമ്മതിക്കരുത്, കേട്ടല്ലോ? അത് ഞാൻ ഏറ്റു. നീ നേരെ വീട്ടിലേക്ക് ചെല്ല്. ഗർഭിണിയായിട്ട് അഭിനയം അങ്ങ് തുടങ്ങിക്കോ. വസുന്ധരയും എല്ലാവരും നിന്റെ സ്നേഹം കൊണ്ട് മൂടും. ആരും നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കും. മായ പറയുന്നത്. അഭിനയിക്കണം, യഥാർത്ഥ ഗർഭിണിയെ പോലെ അഭിനയിക്കണം. ആർക്കും സംശയത്തിനൊരിട കൊടുക്കരുത്. ഗർഭമെന്ന് കേട്ടാൽ തന്നെ എനിക്ക് അലർജിയാ. കള്ളഗർഭം അഭിനയിക്കാന്ന് പറഞ്ഞാ അതിലും പ്രയാസമാ. വേണ്ടി വന്നു പോയില്ലേ, പരമാവധി അഭിനയിച്ച് ഫലിപ്പിക്കാൻ നോക്കാം. ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ. എന്താ ഒരു വഴി? അമ്മേ, ഇത് കുറച്ച് ഓവറാ, ഇത്രയും വേണ്ട. പിന്നെ എന്താ ചെയ്യാ? അമ്മേ, നല്ല ക്ഷീണം അമ്മേ. ആ, ഇത് മതി. ഇത് അത്രയ്ക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഗർഭാഭിനയം ആരംഭിക്കാം. അമ്മേ, 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 അമ്മ, എനിക്ക് നല്ല ക്ഷീണം. ഞാനൊന്ന് ഇരിക്കട്ടെ. അമൃതെടുത്തി അങ്ങോട്ട് മാറ്. വയ്യമ്മേ, നല്ല ക്ഷീണം. അമൃതെടുത്തി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? എന്താ ഐശ്വര്യ, നിനക്ക് എന്ത് പറ്റി? എടുത്തി, എനിക്കിത്തിരി വെള്ളം താ. എന്താ ഐശ്വര്യ? എന്താന്ന് അറിയില്ലമ്മേ, വല്ലാത്ത ക്ഷീണം.
ഐശ്വര്യ ഇതാ വെള്ളം. എന്താ നീ വല്ലാതിരിക്കുന്നേ? എന്താ പറ്റിയേ? അമ്മേ ഇത് നോക്കമ്മേ. എന്താ അത്? അമൃതെടുത്തി അതൊന്ന് നോക്കിയേ. ഇതൊരു സ്കാനിംഗ് റിപ്പോർട്ടല്ലേ? അതിന് നിനക്കെന്താ അസുഖം? അമൃതെടുത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പ്രഗ്നൻസിയാ. പ്രഗ്നൻസിയോ? ആർക്ക്? എന്റെ അമ്മ അമൃതെടുത്തിയും 1-2 ദിവസം ഒരു സംശയം പറഞ്ഞില്ലേ? അത് സത്യ. അയ്യോ, അന്ന് ഞാൻ വൊമിറ്റ് ചെയ്തപ്പോ അമൃതെടുത്തിയും അമ്മയും ചോദിച്ചില്ലേ? അതിപ്പോ സത്യമായി. അമ്മേ, ഐശ്വര്യം പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ. ആണോ? അന്നെനിക്ക് ദേഷ്യ തോന്നിയ. ഇപ്പൊ ഞാൻ ഗർഭിണിയമ്മേ. അമ്മേ സത്യം ഞാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും വീണ്ടും വൊമിറ്റ് ചെയ്തപ്പോ എനിക്ക് സംശയം തോന്നി. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോഴാ ആ സന്തോഷമുള്ള കാര്യം അറിഞ്ഞ്. അമ്മേ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അമ്മേ. നീ സത്യമാണോ ഈ പറയുന്നേ? ഈ കാര്യം ആരെങ്കിലും കള്ളം പറയൂ? ഞാൻ അമ്മയാവാൻ പോവും അമ്മ. ഐശ്വര്യ, ഇതെന്തായാലും നല്ലൊരു കാര്യമല്ലേ? എന്റെ ഈശ്വര, ഒടുവിൽ നീ പ്രാർത്ഥന കേട്ടല്ലോ. അമൃതെടുത്തി എനിക്കിപ്പോ എന്തോ വല്ലാത്ത ക്ഷീണമൊക്കെയാ. അതങ്ങനെയാ, സൂക്ഷിക്കണം. ഇനി നല്ല ശ്രദ്ധയൊക്കെ വേണം. യാത്രകളൊക്കെ കുറയ്ക്കണം. എനിക്ക് ഇതിന്റെ രീതിയൊന്നും അറിയില്ല. എനിക്ക് എല്ലാം അമൃതെടുത്തി പറഞ്ഞു തരണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സന്തോഷായിട്ടൊന്നിരുന്നാ മതി. മോളെ, അമ്മ അപ്പോ എന്റെ അരുണിന്റെ കുഞ്ഞ് മോളുടെ വയറ്റില്. ഈശ്വരാ, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാ, എത്രമാത്രം പ്രാർത്ഥിച്ചതാ. ഇനി മോളുടെ മനസ്സില് മറ്റു വിഷമമൊന്നും ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഇടയ്ക്ക് നീ ശ്യാമയോട് ചില വേണ്ടാത്ത വേലകളൊക്കെ കാട്ടി. അതെനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അതാ ഞാൻ നിന്നോട് കുറച്ച് അകൽച്ച കാണിച്ച്. അറിയാമേ,
എന്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു ചിന്തയും നിന്റെ മനസ്സിലുണ്ടാവരുത്. എപ്പോഴും മനസ്സ് സന്തോഷായിട്ട് വെക്കണം. അറിയാം അമ്മേ. അമ്മയുടെ മാനസികാവസ്ഥ വയറ്റിലുള്ള കുഞ്ഞിനെയും ബാധിക്കും. അത് നീ മറക്കരുത്. ഞാനിനി അമ്മയും അമൃതയെടുത്തെയും പറയുന്നത് പോലെ അനുസരിക്കാം അമ്മേ. അനുസരണയുടെ കാര്യമൊന്നും അല്ല ഐശ്വര്യ. ഇനി നിനക്ക് നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞാ പ്രധാനം. ആ ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. ശരി അമൃതയെടുത്തേ. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാരും അറിയിക്കട്ടെ. ഈശ്വര, നീ ഈ കുടുംബത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നെ. എന്റെ അഖി, എന്റെ അരുൺ, രണ്ടാൾക്കും കുഞ്ഞുങ്ങൾ പിറക്കാൻ പോവാ. കാത്തോളണേ ഭഗവാനെ. മായ പറഞ്ഞത് ശരിയാ. പ്രഗ്നൻസി അത് പെണ്ണിന് നല്ല ആയുധമാ. ആ ഈ കള്ളഗർഭം വെച്ച് ഞാനിവിടെ ഒന്ന് വിലസും. കണ്ടോടി എന്റെ ബുദ്ധി കണ്ടോ? ഇനി ഗർഭത്തിന്റെ പേരിൽ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടാൻ പോകുന്നത് നിനക്ക് മാത്രമല്ല. നോക്കിക്കോ. ഈ ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോൾ ഐശ്വര്യയുടെ ഭാവം ഒന്ന് കാണണം. ആദ്യം കുറേ ഒച്ച വയ്ക്കും, പിന്നെ സങ്കടവും കള്ളക്കണ്ണീരും കാണിക്കും. സ്വഭാവത ഒന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഈ ബന്ധം ഇവിടെ അവസാനിക്കാൻ പോവാം. അരുൺ കൃത്യസമയത്ത് എത്തിയല്ലോ. ദാ ഇതെടുക്കടാ. അല്ല ഇതെന്താ അമ്മേ? നീ എടുക്ക്. ഇനി ഐശ്വര്യക്ക് കൊടുക്ക്. മധുരം കൊടുക്കരുൺ. ഏട്ടാ മധുരം കൊടുക്ക.
ഇതെന്തിനാ അത് പറയേ. ആദ്യം നീ ഐശ്വര്യക്ക് മധുരം കൊടു. കാര്യം പിന്നെ പറയാം. അരുണേ, അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ? മധുരം കൊടുക്കരുണേ. അമ്മേ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാവും. നീ റൂമിലേക്ക് ചെല്ല്. ഐശ്വര്യ തന്നെ എല്ലാം പറയും. അത് മതി അല്ലേ? അതെ. ശരിയാ, അതാ നല്ലത്. ഡിവോഴ്സ് നോട്ടീസ് ഇവിടെ വെച്ച് കൊടുത്ത് ഒരു സീൻ ഉണ്ടാക്കണ്ട. ബെഡ്റൂമിൽ വെച്ച് മതി. അത് തന്നെ നല്ലത്. അരുൺ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ റൂമിലേക്ക് പോവാം. മോളെ ചെന്നൈ, നീ റൂമിലേക്ക് ചെല്ല്. അരുണയുടെ വിശേഷം പറയ. അവന് വലിയ സന്തോഷാവും. അതെ, നിങ്ങൾ രണ്ടാൾക്കും ഒരു കുഞ്ഞു പിറക്കാൻ പോവാ. നീ രണ്ടാളും സന്തോഷത്തോടെ സമാധാനമായിട്ട് കഴിയണം കേട്ടോ. ശരി അച്ഛ. ചെല്ല്. അരുൺ അച്ഛനാകാൻ പോകുന്ന ആ സന്തോഷ വാർത്ത അവനെ അറിയിക്കും. ഡിവോഴ്സ് നോട്ടീസ് ഇപ്പോൾ തന്നെ കൊടുക്കണം. ഐശ്വര്യ കിടന്ന് ബഹളം വയ്ക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കാനില്ല. ഇനി ഇങ്ങനെ തമ്മിപ്പൊരുത്തമില്ലാതെ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല. എല്ലാം അവസാനിപ്പിക്കണം. അരുൺ, അരുൺ എന്താ ഒന്നും മിണ്ടാത്തെ? അരുൺ എന്താ പിണക്കമാണോ? ഇനി എന്നോട് ഒരിക്കലും പിണങ്ങിയിരിക്കാൻ അരുണിനാവില്ല. അതെ, അരുണിന്റെ ആ വലിയ ആഗ്രഹം സാധിക്കാൻ പോവുക. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അരുൺ എന്താ ഒന്നും പറയാത്തെ? അത് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് സമയം കളയുന്ന എന്തിനാ? എല്ലാം വായിച്ച് തന്നെ മനസ്സിലാക്കുക. എന്താ അരുണേ, ഞാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നപ്പോ ദേഷ്യപ്പെടുന്ന? പ്രധാനപ്പെട്ട കാര്യമോ? ആദ്യം അരുൺ എന്നെ ഒന്ന് ശ്രദ്ധിക്ക്. അപ്പോ എല്ലാ ദേഷ്യവും താനേ പോവും. ഞാൻ നിന്നെ ശ്രദ്ധിക്കാനോ? ഒന്ന് എന്നെ നോക്കിയേ. എനിക്ക് ചില മാറ്റങ്ങളൊക്കെ കാണുന്നില്ലേ? എന്ത് മാറ്റം? എന്നെ ശരിക്കൊന്ന് നോക്കരുൺ. ഒന്നും തോന്നുന്നില്ല? എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാ ആ കൈങ്ങി എന്നേ. കയ്യോ? ആ ഐശ്വര്യ,
ദാ. എന്താ നീ എന്തായി കാണിക്കുന്നേ? ഐശ്വര്യ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഒന്നും തോന്നുന്നില്ലേ?